നമസ്കാരം. വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. യാക്കോബിന് 12 മക്കളാണുള്ളത്. യാക്കോബിൻ്റെ പ്രിയപുത്രനാണ് ജോസഫ്. ജോസഫുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ആണ് ഇന്ന് പറയുന്നത്. ജോസഫ് 2 സ്വപ്നം കണ്ടു. അത് രണ്ടും തൻ്റെ സഹോദരങ്ങളോട് പറയുകയും ചെയ്തു. ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായിട്ടാണ് സ്വപ്നങ്ങളെ അക്കാലത്ത് കരുതപ്പെട്ടിരുന്നത്. ജോസഫ് തൻ്റെ സ്വപ്നം വിശദീകരിച്ചപ്പോൾ ദൈവം പറയുന്നു എന്നാണ് സത്യത്തിൽ അവൻ പറഞ്ഞത്. തൻ്റെ പിതാക്കന്മാർ പാർത്ത കനാൻ ദേശത്ത് തന്നെയാണ് യാക്കോബും താമസിച്ചിരുന്നത്. ജോസഫിന് 17 വയസ്സായി. സഹോദരന്മാരുടെ കൂടെ ജോസഫും ആളുകളെ പരിപാലിച്ചു കൊണ്ടിരുന്നു. സഹോദരന്മാർ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ ജോസഫ് പിതാവിനോട് വന്ന് പറയാറുണ്ടായിരുന്നു. വാർദ്ധക്യത്തിൽ ജനിച്ച മകനായിരുന്നതുകൊണ്ട് മറ്റു മക്കളേക്കാൾ കൂടുതൽ ജോസഫിനോടായിരുന്നു യാക്കോബിനിഷ്ടം. ജോസഫിന് അവനൊരു വിശേഷപ്പെട്ട കുപ്പായം തയ്പ്പിച്ചു കൊടുത്തു. തങ്ങളോടുള്ളതിനേക്കാൾ യാക്കോബിന് ജോസഫിനോടാണ് സ്നേഹവും പ്രിയവുമെന്ന് ജ്യേഷ്ഠ സഹോദരന്മാർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജോസഫിനെ ഏറെ വെറുത്തു. ജോസഫ് കണ്ട ഒരു സ്വപ്നം അവൻ സഹോദരന്മാരോട് പറഞ്ഞു. അവർക്ക് അവനോട് അപ്പോൾ മുതൽ കൂടുതൽ ദേഷ്യം തോന്നി. ജോസഫ് പറഞ്ഞ സ്വപ്നം ഇതാണ്: എൻ്റെ സ്വപ്നം കേട്ടോളൂ. നാം എല്ലാവരും വയലിൽ പോയി ഗോതമ്പ് കൊയ്യുകയായിരുന്നു. എന്നിട്ടത് കറ്റയായി കെട്ടിയെടുക്കുമ്പോൾ എൻ്റെ കറ്റ നേരെ എണീറ്റു നിന്നു. നിങ്ങളുടെ കറ്റകൾ എൻ്റേതിനു ചുറ്റും വന്ന് അതിനെ നമസ്കരിച്ചു. ഈ സ്വപ്നം ജോസഫ് സഹോദരങ്ങളോട് പറഞ്ഞു. നീ ഒരു രാജാവായി ഞങ്ങളെ ഭരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ജ്യേഷ്ഠന്മാർ അവനോട് അപ്പോൾ ചോദിച്ചു. സ്വപ്നം മൂലമാണ് അവരവനെ കൂടുതൽ വെറുത്തത്. പിന്നീട് ജോസഫ് മറ്റൊരു സ്വപ്നം കൂടെ കണ്ടു. അവൻ അതും സഹോദരന്മാരോട് പറഞ്ഞു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നതായി ഞാൻ മറ്റൊരു സ്വപ്നവും കണ്ടു. പിതാവിനോടും അവൻ ഈ സ്വപ്നം പറഞ്ഞു. ഇതെന്തൊരു സ്വപ്നം? യാക്കോബിന് ജോസഫിനെ ശാസിച്ചു. നിൻ്റെ അമ്മയും സഹോദരങ്ങളും ഞാനും നിന്നെ നമസ്കരിക്കേണ്ടി വരുമെന്നോ നീ പറയുന്നത്? സഹോദരന്മാരുടെ അസൂയ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യാക്കോബ് ഇതൊക്കെയും ചിന്തിച്ചുകൊണ്ട് ഇരുന്നു. ജോസഫിൻ്റെ സഹോദരന്മാർ ഒരിക്കൽ ആടുകളെ തീറ്റുവാനായി ശേഖേമിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ യാക്കോബ് ജോസഫിനെ അടുത്ത് വിളിച്ചു. നീ ശേഖേമിൽ പോയി നിൻ്റെ സഹോദരങ്ങളുടെയും ആടുകളുടെയും സുഖവിവരം അന്വേഷിച്ചു വരൂ എന്ന് പറഞ്ഞു. ശരി അപ്പാ, ഞാൻ പോകാം, ജോസഫ് യാക്കോബിനോട് പറഞ്ഞു. അവൻ ഹെബ്രോൻ താഴ്വരയിൽ നിന്നും സഹോദരന്മാരെ തേടിപ്പോയി ശേഖേമിലെത്തി. അവൻ അവരെ അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു. നീ ആരെയാണ് തിരയുന്നത് എന്ന് ജോസഫിനോട് ആ നാട്ടുകാരിൽ ഒരാൾ ചോദിച്ചു. ആടുകളെ തീറ്റിക്കൊണ്ടിരുന്ന എൻ്റെ സഹോദരന്മാരെയാണ് ഞാൻ തിരയുന്നത്. അവരെവിടെയാണെന്ന് അറിയാമോ? അവരെവിടെ നിന്നും പോയി, അയാൾ പറഞ്ഞു. ദോഥാനിലേക്കാണ് പോയതെന്ന് തോന്നുന്നു. അങ്ങനെ ജോസഫ് ദോഥാനിലേക്ക് പോയി. അവിടെ അവരെ കണ്ടെത്തി. ജോസഫിനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ അവനെ കൊല്ലുവാൻ അവൻ്റെ സഹോദരന്മാർ തീരുമാനിച്ചു. ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട്. അവർ പരസ്പരം പറഞ്ഞു, നമുക്കവനെ കൊന്ന് ശവം ഒരു പൊട്ടക്കിണറ്റിൽ തള്ളാം. എന്നിട്ടൊരു വന്യമൃഗം അവനെ കടിച്ചു കയറി കൊന്നുവെന്ന് മറ്റുള്ളവരോട് പറയാം. അവൻ്റെ സ്വപ്നമൊക്കെ എങ്ങനെയാവുമെന്ന് നമുക്ക് കാണാമല്ലോ. ഇത് കേട്ട് രൂബേൻ പറഞ്ഞു. ജോസഫിൻ്റെ മൂത്ത സഹോദരനാണ് രൂബേൻ. രൂബേൻ പറഞ്ഞു, അവനെ കൊല്ലേണ്ട, ആ കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞാൽ മതി. എങ്ങനെയും ജോസഫിനെ രക്ഷപ്പെടുത്തി പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കണമെന്ന് വിചാരിച്ചാണ് രൂബേൻ ഇങ്ങനെ പറഞ്ഞത്. ജോസഫ് അടുത്തെത്തിയപ്പോൾ അവർ അവൻ്റെ വിശേഷ വസ്ത്രം വലിച്ചു കീറി. എന്നിട്ട് അവനെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലിട്ടു. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സംഘം ഇസ്മായിലിയ വ്യാപാരികൾ ഈജിപ്തിലേക്ക് പോകുന്നത് കണ്ടു. ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിധായകവുമായി ഒട്ടകപ്പുറത്തവർ പോവുകയായിരുന്നു. അപ്പോൾ യൂദ സഹോദരന്മാരോട് പറഞ്ഞു, നാം നമ്മുടെ സഹോദരനെ കൊന്നിട്ട് ഒരു കള്ളം പറഞ്ഞു എന്തു നേടാന്? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വ്യാപാരികൾക്ക് അവനെ വിൽക്കാം. എന്തായാലും അവൻ നമ്മുടെ സഹോദരൻ തന്നെയല്ലേ. അങ്ങനെ അവർ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി. ആ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി.
അപ്പോൾ രൂപേൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ തിരികെ കിണറിനടുത്തെത്തി. ജോസഫ് അവിടെ ഇല്ല എന്നറിഞ്ഞപ്പോൾ ദുഃഖിതനായി. ബാലനെ കാണുന്നില്ലല്ലോ, ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് രൂപേൻ വിലപിച്ചു. പിന്നെ അവർ ഒരു ആടിനെ കൊന്ന് ജോസഫിൻ്റെ വിശേഷ വസ്ത്രം ആ രക്തത്തിൽ മുക്കിയെടുത്തു. അവർ ആ വസ്ത്രവുമായി പിതാവായ യാക്കോബിൻ്റെ അടുത്തെത്തി. ഇതാ, ഞങ്ങൾ കണ്ടെത്തിയതാണ്. ഇത് നിൻ്റെ മകൻ്റെ കുപ്പായമാണോ അല്ലയോ എന്ന് നോക്കണം എന്ന് ആ സഹോദരങ്ങൾ അപ്പനായ യാക്കോബിനോട് പറഞ്ഞു. അത് ജോസഫിൻ്റെ കുപ്പായം തന്നെയാണെന്ന് യാക്കോബ് തിരിച്ചറിഞ്ഞു. അതെ, ഇതെൻ്റെ മകൻ്റെ വസ്ത്രം തന്നെയാണ്. ഏതോ ദുഷ്ടമൃഗം എൻ്റെ ജോസഫിനെ കടിച്ചു കീറി കളഞ്ഞല്ലോ. യാക്കോബ് ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. യാക്കോബ് ഏറെക്കാലം ഏറെ ദുഃഖത്തോടെ വിലപിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ മക്കൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവന് ആശ്വസിക്കുവാൻ സാധിച്ചില്ല. എൻ്റെ മരണം വരെ ഈ ദുഃഖം മാറുകയില്ല, പിതാവായ യാക്കോബ് അവരോട് പറഞ്ഞു. ജോസഫിനെ ഈജിപ്തിൽ വെച്ച് പല കാര്യങ്ങളും സംഭവിച്ചു. എന്നാൽ യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ജോസഫ് എപ്പോഴും വിജയം വരിച്ചു. ചെയ്യാത്തൊരു കുറ്റത്തിനു വേണ്ടി ജോസഫിനെ ഒരു തവണ ജയിലിലടയ്ക്കുകയും ചെയ്തു. ജയിലിലും ജോസഫ് പലർക്കും സഹായിയായിരുന്നു. സ്വപ്നങ്ങളുടെ അർത്ഥം പറയുവാൻ ദൈവാത്മാവ് ജോസഫിനെ സഹായിച്ചു. അങ്ങനെയിരിക്കെ ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഉടനെ തന്നെ ജോസഫിനെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു. അവനെ ക്ഷൗരം ചെയ്ത് വൃത്തിയാക്കി രാജസന്നിധിയിലെത്തിച്ചു. രാജാവ് ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, പക്ഷേ ആർക്കും അതിൻ്റെ അർത്ഥം പറയാൻ കഴിയുന്നില്ല. നീ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനാണെന്ന് ഞാൻ കേട്ടു. ജോസഫ് മറുപടി പറഞ്ഞു, തിരുമനസ്സേ, ദൈവമാണ് സ്വപ്നങ്ങളുടെ അർത്ഥം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കുന്നത്. അപ്പോൾ രാജാവ് തൻ്റെ സ്വപ്നം വിശദീകരിച്ചു. നൈൽ നദിയുടെ തീരത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് 7 തടിയൻ പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു പുല്ല് മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ 7 മെലിഞ്ഞ പശുക്കളും കയറി വന്നു. ഇത്രയും ക്ഷീണിച്ച പശുക്കളെ ഞാൻ കണ്ടിട്ടേയില്ല. മെലിഞ്ഞ പശുക്കൾ തടിയൻ പശുക്കളെ പിടിച്ചു തിന്നു. എന്നിട്ടും അവ ക്ഷീണിച്ചു തന്നെയിരുന്നു. അപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. വീണ്ടും ഞാൻ മറ്റൊരു സ്വപ്നം കൂടെ കണ്ടു. 7 ധാന്യക്കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു വരുന്നതായാണ് ഞാൻ കണ്ടത്. അവ 7 നിറക്കതിരുകൾ ആയിരുന്നു. അതിനുശേഷം 7 ഉണങ്ങിയ കതിരുകൾ വന്നു. അവ നിറകതിരുകളെ വിഴുങ്ങി. ഞാൻ ഈ സ്വപ്നങ്ങൾ എൻ്റെ വിദ്വാൻമാരോടെല്ലാം പറഞ്ഞു, പക്ഷെ ആർക്കും അവയുടെ അർത്ഥം വിശദീകരിക്കുവാൻ കഴിഞ്ഞില്ല. ജോസഫ് രാജാവിനോട് പറഞ്ഞു, 2 സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്നു തന്നെയാണ്. ദൈവം ചെയ്യാൻ പോകുന്നത് അങ്ങയോട് വെളിപ്പെടുത്തിയതായിരിക്കും. 7 പുഷ്ടിയുള്ള പശുക്കളും 7 നിറകതിരുകളും സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന സമൃദ്ധമായ 7 വർഷങ്ങളെയാണ്. 7 മെലിഞ്ഞ പശുക്കളും 7 ഉണങ്ങിയ കതിരുകളും 7 ക്ഷാമകാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈജിപ്തിൽ 7 വർഷം സമൃദ്ധമായ വിളവുണ്ടാകും. അത് കഴിഞ്ഞ് 7 വർഷം കഠിന ക്ഷാമമായിരിക്കും. സമൃദ്ധിയുടെ കാലത്തെ ജനം ഓർക്കുക പോലും ചെയ്യാത്ത വിധം അത്ര കഠിനമായിരിക്കും ക്ഷാമനാളുകൾ. അത് രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കും. അങ്ങ് അത് 2 തവണ കണ്ടുവല്ലോ. അത് ദൈവം ആസൂത്രണം ചെയ്തതാണ്. ഉടനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. തിരുമേനി, അങ്ങ് ബുദ്ധിമാനായ ഒരാളെ കണ്ടെത്തി രാജ്യത്തിൻ്റെ മേലധികാരിയാക്കണം. കൂടാതെ മറ്റധികാരികളെയും നിയമിക്കണം. സമൃദ്ധിയുടെ 7 വർഷങ്ങളിൽ അവർ 5-1 ധാന്യം ശേഖരിക്കണം. അവ അതാത് പട്ടണങ്ങളിൽ സുരക്ഷിതമായി കരുതി വെക്കണം. 7 ക്ഷാമവർഷങ്ങളിലേക്കത് മതിയാകും. അങ്ങനെ ജനം പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടും. രാജാവിനും തൻ്റെ ഭരണാധിപന്മാർക്കും ഈ ആശയം ഏറെ ഇഷ്ടപ്പെട്ടു. അവർ അവരോട്, ജോസഫിനെ പോലെ ഒരാളെ നമുക്ക് കിട്ടുമോ? ഇവനിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ജോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നിരുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ആരുമില്ല. അതുകൊണ്ട് നീ എൻ്റെ രാജ്യത്തിൻ്റെ അധിപതിയായിരിക്കും. എൻ്റെ ജനമെല്ലാം നിൻ്റെ വാക്കുകൾ അനുസരിക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഇതാ, ഈജിപ്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് രാജാവ് ജോസഫിനോട് പറഞ്ഞു. രാജാവ് തൻ്റെ കയ്യിൽ നിന്ന് മോതിരമൂരി ജോസഫിൻ്റെ കയ്യിലിട്ടു. നേർമയുള്ള ഒരു കുപ്പായവും അവനെ അണിയിച്ചു. കഴുത്തിൽ ഒരു സ്വർണ്ണമാലയും ഇട്ടുകൊടുത്തു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി. പടത്തലവന്മാർ അവൻ്റെ മുമ്പിൽ നിരന്നു. മുട്ടുകുത്തുവീൻ, മുട്ടുകുത്തുവീൻ എന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ രാജാവ് ജോസഫിനെ ഈജിപ്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയായി നിയമിച്ചു. നിന്റെ കൽപ്പന കൂടാതെ ഈജിപ്തിൽ ഒരുവനും ചലിക്കുകയില്ലെന്ന് രാജാവായി ഞാൻ പ്രഖ്യാപിക്കുന്നു. രാജാവ് ജോസഫിനോട് പറഞ്ഞു. ജോസഫിന് ഒരു ഈജിപ്ഷ്യൻ പേരും രാജാവ് നൽകി. ഈജിപ്തിലെ പുരോഹിതൻ്റെ മകളെ ഭാര്യയായി നൽകി.
ജോസഫ് ഈജിപ്തിൽ രാജാവിനെ സേവിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു പ്രായം. അവൻ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച് രാജ്യസേവനം ചെയ്തു. ഇത് ജോസഫുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.